നമ്മുടെ മക്കളൊക്കെ വിവാഹപ്രായമായ പെൺകുട്ടികൾ എന്ന് പറയുന്നത് വേണ്ട, വിവാഹം വേണ്ട, അവർക്ക് ഇഷ്ടമേ അല്ല വിവാഹം കഴിക്കുന്നത്. കാരണം അവർക്ക് സ്വന്തമായി ജോലിയുണ്ട്, വരുമാനമുണ്ട്. പിന്നെ ഈ പണം കൊടുത്ത് കടിക്കണ പട്ടിനെ വാങ്ങാൻ ആരും വാങ്ങൂലല്ലോ. ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. പിള്ളേർക്ക് ഇഷ്ടമല്ല വിവാഹം കഴിക്കുന്നത്. ഇപ്പൊ എൻ്റെ അനുജത്തിൻ്റെ മകള് അവൾ എന്നോട് പറയും, എടിയോ നീയൊന്ന് പറയും. അവൾ ചോദിക്കുന്നത്, തിരിച്ചു ചോദിക്കുന്നത്, എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? എന്ത് മറുപടിയാ കൊടുക്കണ്ടേ? ഇത് അപ്പുറത്ത് കണ്ടില്ലേ, വാർത്തയിൽ കണ്ടില്ലേ? എനിക്കിപ്പോ സ്വതന്ത്രമായി ആത്മാഭിമാനത്തോടു കൂടി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഇപ്പോൾ കഴിയുന്നു. ഇനി നിങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം പന്തലിൽ വിളിച്ചു വരുത്തി ഒരു ഹാളിൽ വെച്ച് നിങ്ങൾ ആളുകൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് നിങ്ങൾ പിരിഞ്ഞു പോയാൽ പിന്നെ എൻ്റെ ജീവിതം പിന്നെ എന്താണെന്ന് നമുക്കറിയാലോ. ഇത് ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന അവരുടെ വീഡിയോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ തോന്നി. തന്റെ അനിയത്തിയുടെ മോളോട് കല്യാണ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് കല്യാണം കഴിക്കണമെന്ന് ചോദിക്കും. അപ്പൊ ഉത്തരം പറയാനൊന്നുമില്ല. ഒരു കുട്ടി ഞാൻ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പാരന്റ്സിന് കഴിയണം, രക്ഷിതാക്കൾക്ക് കഴിയണം. കല്യാണം കഴിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്നും ഒരു കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് പാരന്റ്സ് തന്നെയാണ്. അതിന് പാരന്റ്സിന് കഴിയണം. പിന്നെ അപ്പുറത്തുള്ളവരെ കണ്ടില്ലേ ഇപ്പുറത്തുള്ളവരെ കണ്ടില്ലേ എന്നൊരു കുട്ടി പറയുന്നത് എന്തുകൊണ്ടാ? അവള് വളർന്നു വരുന്ന ആ ഒരു ചുറ്റുപാടില് അവൾക്ക് നല്ല ബന്ധങ്ങളൊന്നും കാണാൻ കഴിയാത്തതുകൊണ്ടാ. നിങ്ങളുടെ ഭർത്താവും നിങ്ങളും നല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒരു പാരന്റ്സ് എങ്ങനെയായിരിക്കണം, ഒരു കപ്പിൾസ് എങ്ങനെയായിരിക്കണം എന്ന് ആ കുട്ടികൾ കണ്ട് വളരുവാണെങ്കിൽ അവര് പിന്നെ ഒരിക്കലും കല്യാണം കഴിക്കണ്ട എന്ന് പറയൂല. ഇത് എന്നും അടിയും പിടിയും കച്ചറയും സംശയങ്ങളും, ഭാര്യ ഭർത്താവിനനുസരിക്കൂല, ഭാര്യയെ പിടിച്ച് ഭർത്താവ് കുറെ അടിക്കും. ഇങ്ങനെയുള്ളൊരു ജീവിതം കണ്ടു വളരുന്ന ഒരു മക്കള് എങ്ങനെയാണ് കല്യാണത്തിന് സമ്മതിക്കുക? അവർക്ക് ജോലിയുണ്ട്, വരുമാനമുണ്ട്. പിന്നെ എന്തിനാണ് ഇത്തരം പ്രശ്നങ്ങളുള്ള ലൈഫ് എന്തിനാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്? നേരത്തെ ഇവര് തന്നെ പറഞ്ഞതുപോലെ കടിക്കണ പട്ടിനെ എന്തിനാണ് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണത് എന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ അതില്ലാതിരിക്കണമെങ്കിൽ കല്യാണം കഴിക്കുന്നത് എന്തിനാണെന്നും കല്യാണം കഴിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്നും പാരന്റ്സ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിനപ്പുറം നല്ലൊരു വിവാഹ ജീവിതം ആ പാരന്റ്സ് നയിക്കുകയാണെങ്കിൽ അത് കണ്ടു വളരുന്ന ഒരു കുട്ടിയും കല്യാണം കഴിക്കേണ്ടെന്ന് പറയില്ല. അത് പാരന്റ്സ് ചെയ്യാത്തത് കൊണ്ടാണ് മക്കൾക്ക് അങ്ങനെ തെറ്റായ ധാരണകൾ വരുന്നത്. കല്യാണം കഴിക്കുന്നവരുടെ മുഴുവൻ ലൈഫും ഇങ്ങനെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് എന്ന് ചിന്തിക്കുന്നത്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ ഇത്തരം പ്രസംഗങ്ങളും ഇത്തരം സ്പീച്ചുകളൊക്കെ ആളുകളിൽ നെഗറ്റീവായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെലുത്തുക. വല്ലാത്ത ജാതി തന്നെയല്ലേ.